അപ്പോൾ ചായ എങ്ങനെ ഉണ്ട്? അടിപൊളി. അപ്പോൾ കേസ് ഞാനും അബൂക്കയും വീണ്ടും ഒന്നിച്ചു. നല്ല കോഴിക്കോട് ബീച്ചിലാണുള്ളത്. നല്ല മഴയുണ്ട്. മഴയോടൊപ്പം ഒരു ചായ ഗൈസ് ഞങ്ങളതാ ബീച്ചിലൂടെ ഇങ്ങനെ നടക്കുക. എന്താ ബുക്കാ നിങ്ങൾക്ക് ഈ ബീച്ചിനെ പറ്റി പറയാനുള്ളത്? ഈ ബീച്ചിനെ പറ്റി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് 1900 കുറേ കൊല്ലം വർഷത്തിൽ വന്നതാണെന്ന് പറയുന്നത്. വരുമ്പോൾ ഇവിടെ ബീച്ചില്ലായിരുന്നു ഗൈസ്. ഇവിടെ മാംഗോ ഉപ്പിലിട്ടത് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഗൈസ്. ഞാനെന്താ ബുക്ക പൊളിയാണോ? നിങ്ങളാരും കൊതിയിടല്ലേ? കൊതിയിട്ടാലും എനിക്കൊരു പ്രശ്നമില്ല. 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ വരുന്നത്. അപ്പം എൻ്റെ വയറൊക്കെ കാര്യമായിരിക്കും ഗൈസ്. എങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റ്. ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടെ വന്നിട്ട് കഴിക്കണം. ഇത്തിരി പുളി കൂടിയോന്ന് ഇഷ്ടം. പുളി കൂടിയോന്ന് ഞാൻ ഈ കട്ടി എടുത്തു. അപ്പം പുളി ഇത്തിരി കുറവാണ്. കുറച്ച് വെള്ളം അങ്ങനെ കക്കിയിൽ മഴവെള്ളം വീട്ടു. രക്ഷയില്ല. ബാബുക്ക ഏതാ പിടുത്ത്? ഒന്ന് പിടിക്കും. ഒന്ന് ഞാൻ പിടിച്ചു. പറഞ്ഞോ. അത് രണ്ടുപേരും ഐസ്ക്രീം കഴിക്കാണ് കഴിച്ചു. ഈ ഐസ്ക്രീം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ടേസ്റ്റായിരുന്നു. ഭയങ്കര ടേസ്റ്റ്. ഇതെന്താ ഇളനീൻ്റെ അല്ലേ? ഇത് ഇളനീ തന്നെയാണ്. ഞങ്ങൾ തെങ്ങുമ്മ കയറിയിട്ട് ഇട്ട ഇളനീരാണ്. അന്ന് കണ്ട ഇളനീൻ്റെ ഐസ്ക്രീമാണ്. അത് ഈ പരുവത്തിലായി. എന്താ ചെയ്യാ? കൊടുക്കുന്ന ടേസ്റ്റ് ഇല്ല. ഇങ്ങനെ ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഈ ബീച്ചിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ബീച്ചിനെ പറ്റിയിട്ട് അഭിപ്രായം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല അഭിപ്രായമാണ്. നല്ല ബീച്ചാണ്, അടിപൊളിയാണ്. ഒരു പോരായ്മ ഉണ്ട് ഗൈസ്. എന്താ? ബാത്റൂം ഇല്ല ഗൈസ്. ബാത്റൂം അപ്പുറത്തുണ്ടല്ലോ. അപ്പുറത്ത് അത് പൂട്ടി പോകുന്നുണ്ടല്ലോ ഗൈസ്. 9 മണിയാകുമ്പോൾ പൂട്ടുന്നുണ്ട്. പിന്നെ അവിടെ പൈസയും കൊടുക്കണം. ഫ്രീ ആയിട്ടുള്ളൊരു സെറ്റപ്പ് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോ എന്നിട്ട് എനിക്കറിയില്ല. ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പൊ ശരിക്കും ഒരു ബാത്റൂം ഇവിടെ വേണം. വേണ്ടേ? ഫ്രീ ആയിട്ട് 10 രൂപ കൊടുത്തിട്ടുള്ള പരിപാടിയല്ല. ഫ്രീ ആയിട്ട് എല്ലാവർക്കും. അപ്പൊ നിങ്ങൾ എവിടെന്നാ വരുന്നത്? ഞാൻ കാസർഗോഡ് നിന്നാണ്. അത്രയും ദൂരം വന്നിട്ട് ഇവിടെ ഒരു ബാത്റൂം പോലും ഇല്ല. കാസർഗോഡ് വന്നു. അത്ര ദൂരം 240 കിലോമീറ്റർ ഓടിയിട്ടാണ് ഇവിടത്തേക്ക് വരുന്നത്. വന്നിട്ട് ഇവിടെ ഒരു ബാത്റൂം പോകാൻ വെച്ച് കഴിഞ്ഞാൽ ബാത്റൂം ഇല്ല. ഒരു ബാത്റൂം അത്യാവശ്യമാണ്. അത് സർക്കാർ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ഈ നഗരസഭ ചെയ്തു കൊടുക്കണം. എല്ലാവർക്കും വേണ്ടി അത്യാവശ്യം. ഒരു മനുഷ്യനുള്ള ഒരു അത്യാവശ്യ കാര്യമാണ് അല്ലേ? അതൊരു ബാത്റൂം ഇല്ല, പോയില്ല ഉള്ളൊരു അവസ്ഥ എന്താ അല്ലേ? പബ്ലിക് ടോയ്ലറ്റ് ഇവിടെ നിർബന്ധമാണ്. കാരണം ആയിരക്കണക്കിന് ആളുകൾ ദിവസവും, ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾ ദിവസം വന്നു പോകുന്ന ബീച്ചാണ്. അപ്പോൾ ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് അത് ഫ്രീ ആയിട്ട് വേണം. 10 രൂപ കൊടുത്തിട്ടുള്ള പരിപാടി വേണ്ട. ഓക്കെ, അതിലും നല്ല കടലിൽ പോയി മൂത്രമൊഴിക്കുന്നു അല്ലേ? ആൾക്കാരങ്ങനെ ചെയ്യും. ടോയ്ലറ്റില്ലെങ്കിൽ അങ്ങനെ ചെയ്യും. മാലിന്യം വൃത്തികേടാവില്ലേ? അപ്പോൾ അതിന് വേണ്ടപ്പെട്ട അധികാരികൾ നഗരസഭ അതിന് മുൻകൈ എടുക്കണം.
അതാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പറയാം. ഇത് എല്ലാവരുടെ ആവശ്യമാണ്, എൻ്റെ അബുക്കാൻ്റെ മാത്രം ആവശ്യമല്ല, ഇവിടെ വരുന്ന അല്ലേ? ഓരോ ആളുകളിനും ആവശ്യമാണ്. ആ? അടിച്ചില്ലെങ്കിൽ ചായക്ക് ടേസ്റ്റ് അടിപൊളി ചായ. നിങ്ങൾ കുടിച്ചിട്ട് അഭിപ്രായം പറ. വേറെ ശ്രേയാണ് വേറെ രണ്ട് ചായ, പിന്നെ നമുക്ക് ഇതാണ് ഒരു കോഫി. കോപ്പിയാ മോനാ അവിടെ പോയി കഴിക്കാൻ എന്താ വേണ്ടെങ്കിൽ പഴംപൊരി എടുക്കും മോനെ. പഴംപൊരി ആ എനിക്കൊരു പയം വരും. ഒരു ഒന്ന് പഴംപൊരി. ഒന്ന് ഒന്ന് പയംപൊരി. കൊറേ വേണ്ട. ഒക്കെ കാസർഗോഡ് നിന്ന് വന്നാ കേസ് കോഴിക്കോട്ടേക്ക്. തണുപ്പുണ്ടോ ബുക്ക? തണുപ്പില്ല.